വലിയ കുടുംബത്തിൽ റേഡിയോ എന്ന കുഞ്ഞ് പിറന്നിട്ട് 12 വർഷം പൂർത്തിയാവുകയാണ്. ഈ കുഞ്ഞ് പിറന്നതോടുകൂടിയാണ് മീഡിയ വില്ലേജ് എന്താണെന്ന് ഈ സമൂഹം മുഴുവൻ അറിയുന്നത്. 2012 ഫെബ്രുവരി മാസം 10-ാം തീയതി അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ വയലാർ രവി ഇവിടെ വന്ന് നമ്മുടെ ക്യാമ്പസിൽ ഈ റേഡിയോ ഉദ്ഘാടനം ചെയ്തു. പിന്നീടുള്ള റേഡിയോയുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു ദേശം ഉണരുന്ന കാഴ്ചയാണ് നമ്മൾ. ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ റേഡിയോയ്ക്ക് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ വലിയ പ്രശസ്തി ഉണ്ടായി, വലിയ മതിപ്പുണ്ടായി. ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രതികരിക്കുന്ന റേഡിയോയായി നമ്മൾ റേഡിയോ സ്റ്റേഷൻ മാറി. ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുവാൻ ഇന്ന് സമൂഹത്തിൽ ആളുകൾ തയ്യാറാണ്. സഹായിക്കാൻ സന്മനസ്സുള്ള ഒത്തിരിയധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഈ റേഡിയോ സ്റ്റേഷനിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി. അങ്ങനെ ഒത്തിരി ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ റേഡിയോയ്ക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് പ്രത്യാശ എന്ന വലിയൊരു പ്രസ്ഥാനം തന്നെ ബഹുമാനപ്പെട്ട പുണ്യശ്ശേരിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിയതും ഇന്ന് കോടികൾ പിരിവുകൾ നടത്തി അനേകം പാവപ്പെട്ട ആളുകളെ സഹായിക്കാനിടയായതുമൊക്കെ ഇതൊക്കെ റേഡിയോയിൽ നിന്നും ആരംഭിച്ചതാണ് എന്ന് പറയുന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. നമ്മൾ കാര്യത്തിലേക്ക് പെട്ടെന്ന് കടക്കുകയാണ്. 90.8 റേഡിയോ മീഡിയ വില്ലേജ് അതിൻ്റെ 12ാം വാർഷികം ആഘോഷിക്കുന്ന ദിനമാണ്. ചങ്ങനാശ്ശേരിയിൽ ഈ വാർഷികം ഇപ്രകാരം ആഘോഷിക്കുമ്പോൾ റേഡിയോയുടെ ഒരു സ്ഥാനം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ആർക്കും ഏത് വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്ന ഒരു കവാടം എന്ന വണ്ണം ചങ്ങനാശ്ശേരിയിൽ 90.8 റേഡിയോ മീഡിയ വില്ലേജ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോഴും ഇവിടെ എത്താനായിട്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുക. ഈ മീഡിയ വില്ലേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്പം പണികളുമായി ബന്ധപ്പെട്ട് തിരക്കുകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ റേഡിയോ വാർഷികം ആഘോഷിക്കുന്നതിന് മുൻപ് നടക്കേണ്ടിയിരുന്ന ഒരുക്ക പരിപാടികളൊന്നും നടന്നില്ല എന്നത് ക്ഷമാപണത്തോടെ നിങ്ങൾക്ക് മുൻപ് അക്ഷരനഗരിയായ കോട്ടയം ജില്ലയുടെ പ്രഥമ FM റേഡിയോ സ്റ്റേഷൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മാധ്യമ പഠന കലാലയം. കൂടെ നിൽക്കുന്ന ഏവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ ഒരു നിമിഷം ഓർത്തുകൊണ്ട് തന്നെ സുരസിത 2K24 തിരികൾ തെളിയിച്ചുകൊണ്ട് പൊതുസമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. സുരസിത 2K24 പന്തീരാണ്ടിന്റെ ദേശസ്പന്ദനം തിരിച്ചറിഞ്ഞ നാളുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റേഡിയോ മീഡിയ വില്ലേജ് ഈ നാടിന് നൽകി വരുന്ന സേവനങ്ങൾ ഏറെ വില മതിക്കാനാവാത്തതാണ്. ഒത്തിരി നന്മകൾ നിറഞ്ഞ് ഒത്തിരി അനുഗ്രഹീതമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് 90.8 റേഡിയോ മീഡിയ വില്ലേജ് മുന്നോട്ട് പോകുന്നു. റേഡിയോ മീഡിയ വില്ലേജിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരികെ തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനായിട്ട് ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. സ്വരസുധ 2K24 ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഭാരവാഹികൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും അതുപോലെ അത് എക്സിക്യൂട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നൽകുകയാണ്. അപ്പോൾ എന്തായാലും ഔദ്യോഗികമായിട്ട് ഞാൻ സീനിയേഴ്സ് എല്ലാം ഇരിക്കുമ്പോൾ ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക്സ് സോ മച്ച്. കൂടെ നിൽക്കുന്ന ഏവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ ഒരു നിമിഷം ഓർത്തുകൊണ്ട് തന്നെ സുരസിത 2K24 തിരികൾ തെളിയിച്ചുകൊണ്ട് പൊതുസമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു.
2K24 പന്തീരാണ്ടിൻ്റെ ദേശസ്പന്ദനം തിരിച്ചറിഞ്ഞ നാളുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റേഡിയോ മീഡിയ വില്ലേജ് ഈ നാടിന് നൽകി വരുന്ന സേവനങ്ങൾ ഏറെ വിലമതിക്കാനാവാത്തതാണ്. ഒത്തിരി നന്മകൾ നിറഞ്ഞ് ഒത്തിരി അനുഗ്രഹീതമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് 90.2 റേഡിയോ മീഡിയ വില്ലേജ് മുന്നോട്ട് പോകുന്നു. റേഡിയോ മീഡിയ വില്ലേജിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരികെ തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പ്രഭാഷണത്തിന് റേഡിയോ മീഡിയ വില്ലേജ് ഡയറക്ടർ ഫാദർ ആന്റണി എത്തിക്കാട്ട്, ആശംസ അറിയിക്കുന്ന NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ഹരികുമാർ കോയിക്കൽ, SNDP താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ഗിരീഷ് കോണാട്ട്, പ്രിയപ്പെട്ട ശ്രീ സലീം മുല്ലശ്ശേരി, മീഡിയ വില്ലേജ് പ്രസിഡന്റ്. സമയം നൽകാം. വളരെയധികം ചിരിപ്പിച്ചുമാണ് കണ്ണാടി കാഴ്ചയുടെ. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. അതിനെ ഏറ്റുവാങ്ങിയ ജോസഫ് പാണാടൻ, ECBD പാണാടൻ രണ്ടുപേർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ഈ ഒരു സമയം വേദിയിലേക്ക് അടുത്തതായി നമ്മൾ ഏറ്റവും അധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മികച്ച റേഡിയോ അതുപോലെ നമ്മുടെ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഹരികുമാർ കോയിക്കൽ, SNDP യോഗം താലൂക്ക് യൂണിയൻ ശ്രീ ഗിരീഷ് കോനാട്ട് അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ, വളരെയേറെ പെരുന്തോട്ടം പിതാവ് ഉദ്ഘാടകനായ ഡോക്ടർ ജാസി, അതുപോലെ വേദിയിലെ SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, എത്തക്കാട്ടത്ത് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പന്തീരാണ്ടിൻ്റെ ദേശസ്പന്ദനത്തിൻ്റെ അധ്യക്ഷ രീതി വിട്ടൊഴിഞ്ഞ സർവാധീനായ പെരുന്തോട്ടം പിതാവ്, പ്രിയപ്പെട്ട MLA, നമ്മുടെ ഈ മഹത്തരമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ പ്രിയങ്കരനായ, നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ജാസി ഗിഫ്റ്റ്, നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രിയങ്കരനായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹരികുമാർ കോയിക്കൽ, ഏറെ പ്രിയങ്കരനായ ഏത്തക്കാട്ട് അച്ഛൻ, പ്രിയപ്പെട്ട ജോലിയച്ഛൻ, പാറക്കലച്ഛൻ, പ്രിയപ്പെട്ട നമ്മുടെ കൗൺസിലർ നമ്മുടെ ഷൈനി ഷാജി, പ്രിയങ്കരനായ വിപിൻ രാജ്, റേഡിയോയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ നിറസാന്നിധ്യം ഏറെ പൗരപ്രമുഖരും വ്യത്യസ്തമായ തലങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവച്ചുള്ള ഒരുപാട് ആളുകൾ ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. റേഡിയോയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 12 വർഷക്കാലത്തെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എത്ര നേരം പ്രസംഗിച്ചാലും നമുക്ക് മതിവരില്ല, ആ പ്രശ്നം അവസാനിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ലൈവ് പരിപാടികളിൽ ഒരുപാട് പേര് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മുടെ ജാസി സാറിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് വിളിച്ചിരുന്നു. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാറിന് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പേരിലുള്ള കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ജോ മൈക്കിൾ സാറിന് എല്ലാവരുടെയും പേരിലുള്ള കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബീന ജോബി മാഡത്തിന് കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ ഷൈനി ഷാജി മാഡത്തിന് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പേരിലുള്ള കൃത്യമായ നന്ദി അറിയിക്കുന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഹരികുമാർ കോയിക്കലിന് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പേരിലുള്ള കൃത്യമായ നന്ദി അറിയിക്കുന്നു. SNDP യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോനാട്ടിന് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പേരിലുള്ള കൃത്യമായ നന്ദി അറിയിക്കുന്നു.